സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2 മണി. അജ്മാന്റെ ബസ്സാണ്, അടിപൊളി. കുട്ടികൾ കളിക്കാനായിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ ഗൈസ്, നമ്മളിപ്പോ അജ്മാനിലെ അൽ ഹീറ ബീച്ചിന്റെ ഫ്രണ്ടിലാണ്. അത് വന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2 മണി. നല്ല വെയിലുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ബീച്ചിലോട്ട് പോവാം. കമാൻ കമാൻ കമാൻ. അൽ ഹീറ സ്ട്രീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. അൽ ഫിഷ് പാർക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള എൻട്രൻസിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇവിടെ ഇരിക്കാനൊക്കെ സീറ്റുള്ളൂ. ഈവനിങ് വന്നെങ്കിൽ പൊളിച്ചേന്ന് കേൾക്കൂല. നമുക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാം. ക്രോസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ബസ്സൊക്കെ പോകുന്ന അജ്മാന്റെ ബസ്സാണ്, അടിപൊളി. സിഗ്നലൊന്ന് നോടിക്കും. നല്ല തണുപ്പുണ്ട് കേട്ടോ, ചൂടാണെങ്കിൽ അടിപൊളി. വെറുതെ തെറ്റിദ്ധരിച്ച് ഇത് അങ്ങോട്ടൊക്കെ ഫ്രീ പാർക്കിംഗ്. ഇപ്പൊ സംഭവം പൊളിയാൻ തോന്നുന്നു. ചെന്ന് നോക്കട്ടെ. ഇവിടെ കാണാനൊക്കെ നല്ല രസമുണ്ട്. അജ്മാനിൽ തന്നെ കുറെ ബീച്ചുകളുണ്ട്. കൊള്ളാല്ലേ, ഇവിടെ വെച്ചല്ലേ ബീച്ച്. എന്തൊക്കെ മരമൊക്കെ വെച്ചാൽ അടിപൊളി. ഇത് റെസ്റ്റോറന്റ് ഏരിയ. നമുക്ക് ഇതിലെ കൂടെ അകത്ത് കയറാം. റെസ്റ്റോറന്റും കഫേ ഏരിയക്ക് ഈ കാണുന്ന ഏരിയക്ക് കിടിലം വൈബാണ് കേട്ടോ. നമ്മളിപ്പോൾ റെസ്റ്റോറന്റ് ഏരിയയുടെ അകത്തൂടെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ കുട്ടികൾ കളിക്കാനായിട്ട് കുറെ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ തറയൊക്കെ സെറ്റപ്പ് ആക്കി ഇട്ടിരിക്കണം കണ്ടോ, സൂപ്പർ. അജ്മാൻ സിറ്റിയിലെ ഒരു ലോങ്ങസ്റ്റ് ബീച്ചാണ് ഇത്. ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും ഈ ബീച്ചിന്റെ നീളം എന്ന് പറയുന്നത്. അവിടെയാണ് അജ്മാൻ എന്ന് തോന്നുന്നു സിറ്റി. ബീച്ച് വളരെ അടുത്താണ് ഷാർജയിൽ. സംഭവം കൊള്ളാം. വെയിലാണെങ്കിലും നമ്മൾ അറിയുന്നില്ല, വെയിൽ അറിയത്തില്ല. ഇപ്പൊ തന്നെ ആളുകൾ ഇവിടെ ഇഷ്ടം പോലെ വന്ന് ഇപ്പോഴേ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. ഫുഡൊക്കെ ആയിട്ട് എല്ലാവരും ഫുഡൊക്കെ അടിച്ച് സംഭവം കൊള്ളാം. ഫസ്റ്റ് പ്രൊഫഷണൽ സ്കേറ്റ് പാർക്ക് ഈ ഒരു ബീച്ചിലാണ് ഉള്ളത് ഗൈസ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ റെസ്റ്റോറൻറ്റ് നല്ല ബാക്ക്ഗ്രൗണ്ട്, വീഡിയോ ഒക്കെ എടുക്കാൻ സൂപ്പറായിരിക്കും. കഴിക്കണ കാര്യമല്ല, വീഡിയോ എടുക്കണം. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് കേട്ടോ. ജോഗിങ് ട്രാക്ക് ഉണ്ട്, സൈക്കിൾ ട്രാക്ക് ഉണ്ട്, ഗ്യാതറിംഗ് ഫെസിലിറ്റി ഉണ്ട്, പ്രെയർ റൂം ഉണ്ട്. പിന്നെ കാർ പാർക്കിങ്ങിനാണെങ്കിൽ അവിടെ 10 ദിർഹം വെച്ചിട്ടാണ് ഇതിന്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാൻ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് പബ്ലിക് പാർക്കിംഗ് ഉണ്ട്, അവിടെയും പാർക്ക് ചെയ്യാം. ക്യാമറയിൽ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് എന്റെ ഫോട്ടോഗ്രാഫി സ്കിൽ. ഈ വീഡിയോയുടെ അവസാനം കുറെ ഫോട്ടോസ് ഇടാം. വല്ലതും നടക്കുമോ? ക്യാമറാമാൻ രാജേഷിനോടൊപ്പം പ്രിയങ്ക. ഇവിടെ വരുന്നവർ മാക്സിമം വൈകുന്നേരം വരാൻ നോക്കുക. നമ്മളെപ്പോലെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതിരിക്കുക. ഉച്ച സമയത്തൊക്കെ വന്നാൽ ഒരു രക്ഷയില്ല. പിക്കിൾ റെസ്റ്റോറൻ്റ് ഒന്നും, ടിം ഹോർട്ടൻസ് കഫേ, പല പല കഫേ ഉണ്ട് കേട്ടോ ഇവിടെ. അവിടെ ചെറിയൊരു പാർക്കുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്തെങ്കിലും ഉണ്ടോ. പാർക്കിൻ്റെ ഇവിടെ പേയ്മെന്റ് ഉണ്ടെന്നാ തോന്നുന്നത്. ഇവിടെ കയറണമെങ്കിൽ പേ ചെയ്യണം. അവിടെ ഇരിപ്പുണ്ട്, പൈസ വാങ്ങിക്കാനായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെയും കഫേയുടെ ആംബിയൻസ് ഒരു രക്ഷയില്ല. കിടിലൻ ആംബിയൻസ് ആണല്ലോ, ഒരു ലക്ഷറി ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈവനിങ് വന്നാൽ ഇവിടെ നല്ലപോലെ റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോവാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.